ഹായ്, എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചിക്കൻ റോൾ ഉണ്ടാക്കാം. അപ്പൊ ഈ ഒരു ചിക്കൻ റോൾ എന്നൊക്കെ പറയുമ്പോൾ സ്കൂളൊക്കെ തുറന്നില്ലേ, അപ്പൊ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ സ്കൂളിലേക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയ, അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊണ്ടുപോകാനൊക്കെ പറ്റിയ നല്ലൊരു അടിപൊളി ചിക്കൻ റോളിന്റെ റെസിപ്പി തന്നെയാണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കിയാലോ. അപ്പൊ ഞാനിവിടെ ഈ ഒരു ചിക്കൻ റോളിന് വേണ്ടിയിട്ട് ചിക്കൻ ബ്രസ്റ്റ് ആണ് എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ സാധാരണ എല്ലില്ലാത്ത ചിക്കൻ കഷ്ണങ്ങൾ, അതായത് ബോൺലെസ് ചിക്കൻ കഷ്ണങ്ങൾ എടുക്കാട്ടോ. ഞാനിപ്പോൾ 1/2 കിലോണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒന്ന് വെള്ളമൊക്കെ ഒന്ന് ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ചേർക്കേണ്ടത് കുരുമുളക് പൊടിയാണ് കേട്ടോ. അതായത് ഒന്ന് ക്രഷ് ചെയ്ത കുരുമുളക് ഉണ്ടല്ലോ, അതാണ് നമുക്ക് വേണ്ടത്. 1 ടീസ്പൂൺ അളവിലാണ് കേട്ടോ ഞാൻ കുരുമുളക് ക്രഷ് ചെയ്തത് ചേർക്കണത്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ ഉണ്ടാക്കി വെച്ച ആ ഒരു ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് കേട്ടോ. ഇതൊരു 1/2 ടേബിൾ സ്പൂൺ അളവിലാണ് ഞാൻ ചേർക്കുന്നത്, അതായത് 1.5 ടീസ്പൂൺ അളവിൽ കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഡാർക്ക് സോയ സോസ് ആണ്, അല്ലെങ്കിൽ ലൈറ്റ് സോയ സോസ് ആണെങ്കിലും കുഴപ്പമില്ല. അതെ, 1 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഉപ്പിടുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ച് ഇടുക കേട്ടോ, കാരണം ഈ സോസിലൊക്കെ ഉപ്പുണ്ട്, അതുകൊണ്ട് തന്നെ ഉപ്പ് കൂടുതലാവാനുള്ള സാധ്യത കൂടുതലാണ്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കൈ വെച്ച് മിക്സ് ചെയ്യണതായിരിക്കും എപ്പോഴും എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ട് വരാൻ നന്നായിട്ട് ഉണ്ടാക്കുക. ഈ രീതിയിൽ അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതൊരു മിനിമം ഒരു 10 മിനിറ്റെങ്കിലും സമയം ഇതിങ്ങനെ മാറ്റി വയ്ക്കാം കേട്ടോ. സമയം ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ വയ്ക്കാം, നമുക്ക് ഫ്രിഡ്ജിൽ മാറ്റി വയ്ക്കാം. അപ്പം നന്നായിട്ട് തന്നെ ഇതിൽ ഈ ഒരു മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് വരും. ഇനി ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം അളവിൽ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് വെജിറ്റബിൾ ഓയിലാണ്. ഇനി ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ പീസസ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഒന്ന് നരത്തി കൊടുക്കാം കേട്ടോ. ഒരുപാട് അളവിൽ നിങ്ങൾ ചിക്കൻ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ 3-4 പ്രാവശ്യമൊക്കെ ആയിട്ട് അങ്ങനെ ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്താണ് നമുക്ക് എടുക്കേണ്ടത്. പൊട്ടിയൊന്നും പിടിക്കൊന്നുമില്ല, ഇങ്ങനെ ഇട്ട് കൊടുത്താൽ പ്രശ്നമൊന്നുമില്ല. അത് ഫ്രൈ ആയിട്ട് വരുമ്പോൾ കറക്റ്റായിട്ട് തന്നെ വന്നോളൂ കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കൻ അടച്ചൊന്നും വെക്കുന്നൊന്നുമില്ല, ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് തുറന്ന് വെച്ചിട്ടാണ് വേവിക്കുന്നത് കേട്ടോ. ചിക്കൻ ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴേക്കും ആ ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് നന്നായിട്ട് വെള്ളം റിലീസായിട്ട് വരും. പിന്നെ അതൊന്ന് വറ്റി ഒക്കെ വരുമ്പോഴാണ് നല്ലൊരു ടെക്സ്ചറിലേക്ക് വരിക കേട്ടോ. ഇപ്പം കണ്ടോ, ഇതിൽ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ചിക്കൻ ആണെന്നുണ്ടെങ്കിലും ഒന്നതേ കണ്ടോ വെന്ത് വന്നിട്ടുണ്ട്, വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇനിയിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ 2 മീഡിയം സൈസിലുള്ള പഴുത്ത തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ചിക്കൻ്റെ കൂടെ കിടന്ന്, അതായത് ഈ ചിക്കൻ്റെ വെള്ളം വറ്റി വരുന്നതോടുകൂടി തക്കാളി ഒന്ന് വെന്ത് വരട്ടെട്ടോ. ഇപ്പോൾ അതേ കണ്ടോ, ഈ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിൽ കുറച്ച് എണ്ണ ഉണ്ട് കേട്ടോ, നമുക്ക് ആവശ്യമുണ്ട്. ഞാനിതിലേക്ക് ഒരു 2 സവാള ഇതുപോലെ ഒന്ന്, തീരെ ചെറുതല്ല, ഇതുപോലെ ഒന്ന് മുറിച്ചതാണ് ചേർക്കുന്നത്. ഒരെണ്ണം മുറിച്ചിട്ടില്ലല്ലോ. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സവാള ഒന്ന് വഴന്ന് വരണം, ഒരുപാട് അങ്ങോട്ട് വഴന്ന് വരേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ടൊന്ന് വരിക, ഒരുപാട് അങ്ങോട്ട് വഴന്ന് വരണ്ട കേട്ടോ. ഒന്ന് ക്രഞ്ചി ആയിട്ടിരിക്കുന്നതായിരിക്കും എപ്പോഴും നന്നായിട്ട് വരിക. ഇനി ഇതിലേക്ക് നമുക്കൊരു 1.5 ടേബിൾ സ്പൂണോളം അളവിൽ ടൊമാറ്റോ കെച്ചപ്പാണ് ചേർക്കുന്നത്. പിന്നെ റെഡ് ചില്ലി സോസ് ഒഴിക്കാം. ഇതിപ്പോൾ ചില്ലി ഗാർലിക് സോസ് ആണ് കേട്ടോ. ഇതൊരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ തന്നെയാണ് ഞാൻ ചേർക്കുന്നത്. നല്ല ഫ്ലേവർ ഉള്ളത്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു
1 ടീസ്പൂൺ അളവിൽ സോയാ സോസും കൂടെ ചേർക്കുന്നുണ്ട്. എല്ലാം കൂടെ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർക്കാം. വീണില്ലേ? അതങ്ങോട്ടിട്ടോ. 1 ടീസ്പൂണിൻ്റെ അടുത്താണ് ഞാൻ ചേർത്തിരിക്കുന്നത്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് യോജിച്ച് വരട്ടെ. ഇതിപ്പോൾ കണ്ടോ, നന്നായിട്ടൊന്ന് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് എല്ലാം കൂടെ ഒന്ന് യോജിച്ചൊന്ന് എണ്ണയൊന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് മതിയെ, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണും കൂടെ ടൊമാറ്റോ കെച്ചപ്പും 1 ടേബിൾ സ്പൂൺ ഈ ഒരു ചില്ലി സോസ് ഉണ്ടല്ലോ, റെഡ് ചില്ലി സോസും കൂടെ ഞാൻ ചേർത്തിരുന്നു. ആ ടേസ്റ്റ് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അതായത് ഇപ്പോൾ ഓരോരുത്തരുടെ ഒരു ടേസ്റ്റ് വ്യത്യാസമായിരിക്കുമല്ലോ. ഈ തക്കാളിയൊക്കെ കണ്ടോ നന്നായിട്ട് വഴന്ന് ഇത് ഇതിലേക്ക് ഉടഞ്ഞ് ചേർന്നു. ആ ഒരു രീതിയിൽ തന്നെ വരണേ. പിന്നെ ഉപ്പും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് ചേർക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് മതിയാ. പിന്നെ ഞാൻ ഇവിടെ വീറ്റ് പൊറോട്ടയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അതായത് നമ്മുടെ സാധാരണ പൊറോട്ട ഉണ്ടല്ലോ, അതിൻ്റെ വീറ്റ് വെർഷൻ. അപ്പം ഇതിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അല്ലെങ്കിൽ താല്പര്യമുള്ളവർ കണ്ടു നോക്കാം കേട്ടോ. ഇത് ഞാൻ മാറ്റി വയ്ക്കുകയാണ്. ഇത് അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല, നമ്മൾ റോളിനല്ലേ, അത് കാരണം. പിന്നെ ഞാനിത് ഇവിടെ 1 മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ളൊരു ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നുണ്ട്, നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കേട്ടോ. ഇനി ഇത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മൾ ആ ഒരു പൊറോട്ട ഉണ്ടാക്കിയ സെയിം പാനിലേക്ക് തന്നെ ഞാനിവിടെ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ നല്ലപോലെ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ബീറ്റ് ചെയ്ത് ചെയ്ത് മുട്ട ഉണ്ടല്ലോ. ഇപ്പോൾ മുട്ടയുടെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് 1 2 വേണമെങ്കിൽ എടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ബീറ്റ് ചെയ്ത മുട്ട ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒന്ന് പതുക്കൊന്ന് അടുത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് കുക്കാവുന്നതിന് മുമ്പ് ഈ ഒരു പൊറോട്ട ഉണ്ടല്ലോ, ഇത് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. ഒന്ന് വെച്ച് അമർത്തി കൊടുക്കും. അമ്മ ഞാൻ ടേസ്റ്റ് ടെസ്റ്റ് ചെയ്തോട്ടെ. എന്നിട്ട് മുട്ട ഒരു ഭാഗം ഒന്ന് റെഡി ആയിട്ട് വരുന്ന സമയത്ത് നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചു മറിച്ചിട്ടിട്ടൊന്ന് കുക്ക് ചെയ്യാം. ആ ഒരു എണ്ണയിൽ കിടന്ന് ഈ പൊറോട്ടയും ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഏത് പൊറോട്ട ആണെങ്കിലും ഉപയോഗിക്കാം നിങ്ങൾക്ക്. ഇതിപ്പോൾ വീറ്റ് പൊറോട്ടയാണ്. നിങ്ങൾക്ക് സാധാരണ മൈദ കൊണ്ടുള്ള പൊറോട്ട ഉപയോഗിക്കാം, അല്ലെങ്കിൽ ചപ്പാത്തി ആണെങ്കിലും കുഴപ്പമില്ല. ചപ്പാത്തിയോ കുബൂസ് എന്തോ ആണെങ്കിലും ഉപയോഗിക്കാം. ഇതിപ്പോൾ മുട്ട റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് മതിയാ. ഇനി ഞാൻ ഈ ഭാഗം, അതായത് നമ്മൾ മുട്ട വെച്ച ഭാഗം ഉണ്ടല്ലോ, അത് ഇങ്ങോട്ട് തിരിച്ചിട്ട് വെച്ച് കൊടുക്കണം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച ആ ഒരു ചിക്കൻ്റെ മിക്സ് ഉണ്ടല്ലോ, ഇതിൽ നിന്ന് നമുക്ക് എത്രയും ആവശ്യം എന്ന് വെച്ചാൽ അതെടുത്ത് ഇതുപോലെ ഈ ഒരു പൊറോട്ടയിൽ വെച്ച് കൊടുക്കാം. നല്ല ജ്യൂസിയാണ് കേട്ടോ ഈ ഒരു, എന്താ പറയുക, ഈ ഒരു ഫില്ലിംഗ് എന്ന് പറയുന്നത്. എന്നിട്ട് റോൾ ചെയ്ത് കൊടുക്കാം. ഒരുപാട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ റോൾ ചെയ്തെടുക്കാൻ പണിയായിരിക്കും. പിന്നെ അത്യാവശ്യം ഫില്ലിംഗ് ഉണ്ടാകുമ്പോഴാണ് ഇത് നല്ല ടേസ്റ്റി ആയിട്ട് വരും. പിന്നെ മുട്ടയും എല്ലാം കൂടെ വരുമ്പോൾ ശരിക്കും നല്ല അടിപൊളി തന്നെയാണ് കേട്ടോ. അത് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ചിക്കൻ റോള് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്തിട്ട് കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം കേട്ടോ. നമുക്കിതൊന്ന് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതെ, ഈ ഒരു ചിക്കൻ റോള് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്ദു വന്നിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കും നന്ദു, എങ്ങനെയുണ്ടെന്ന് പറ. ഭയങ്കര ചൂട്. ചൂട്
പോണ്ടോ താഴേക്ക് പോണ്ടോ? എങ്ങനെയുണ്ട്? ഗുഡ്. ഗുഡാ? അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം.